ഹായ് ഓൾ. ഇതുവരെ നമ്മൾ 3 യൂണിറ്റാണ് ഗ്രീൻ കെമിസ്ട്രിയിലെ കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് സപ്പോസ് വരികയാണെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം. ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് കെമിസ്ട്രി. After evaluating the effect on human health and environment, evaluation of reaction type, and evaluation of method of design for safer chemicals in Unit 3, the ground is now ready for you to understand harmful effects of chemistry. കഴിഞ്ഞ യൂണിറ്റിലൊക്കെ നമ്മൾ ഓരോ മെത്തേഡ് ഓഫ് ഡിസൈൻ, പിന്നെ ഇവാലുവേഷൻ ഓഫ് റിയാക്ഷൻ ടൈപ്പ്, ആറ്റം എക്കണോമിക് ആണോ, പിന്നെന്താ എന്തെങ്കിലും റിയേജൻസ് എന്തെങ്കിലും ടോക്സിക് ആണോ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടോക്സിക് ആണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം, ആ സ്റ്റെപ്പ് യൂസ് ചെയ്യരുത്, അതിന് പകരം ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും ആലോചിക്കണം എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള യൂണിറ്റിൽ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ ഹാംഫുൾ ഇഫക്ട്സ്. Though the chemistry is a very useful and interesting science, but the inherent nature of the chemistry needs to be understood carefully. We should be aware of the harmful nature and toxic effects of chemicals. കെമിസ്ട്രിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് യൂസസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെങ്കിലും ചില സമയത്ത് ചില ഹാംഫുൾ ആയിട്ടുള്ള നേച്ചറും ടോക്സിക് ഇഫക്ട്സും കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇൻ ജനറൽ, however, if handled properly, the exposure to them can be reduced and the harmful effect would also be in turn മിനിമൈസ്ഡ്. എന്നാൽ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണ്, ഹാൻഡിൽ ചെയ്യുന്നത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ, ഹാംഫുൾ ഇഫക്ട്സ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. To widen the scope of your knowledge about the harmful effects of chemistry, we would begin this unit with a discussion on harmful effects or toxicity to humans. This would be followed by an analysis of toxicity to wildlife. We would then consider how local environment is affected by chemistry or chemicals. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഹാംഫുൾ ഇഫക്ട്സ് ഓർ ടോക്സിസിറ്റി ടു ഹ്യൂമൻസ്, ടോക്സിസിറ്റി ടു വൈൽഡ് ലൈഫ്, ആൻഡ് ഹൗ ദ ലോക്കൽ എൻവയോൺമെൻറ്റ് ഇസ് affected by the chemicals or chemistry. Finally, we would discuss the global environmental effects, which are a matter of concern of people across the world. We hope you would find the content of this unit interesting. ഓക്കെ, നമുക്കത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നിരിക്കുകയാണ്. ജസ്റ്റ് നോക്കാം ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ, എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് കെമിക്കൽസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്, പിന്നെ റെക്കഗ്നൈസ് ദ ഫാക്ട് ദാറ്റ് കെമിക്കൽസ് മേ ബി ഹാംഫുൾ ടു ഹ്യൂമൻസ്, വൈൽഡ് ലൈഫ്, ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. ഇതേക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെന്താ, അനലൈസ് ദ സബ്സ്റ്റൻസസ് ഓഫ് ദ കെമിക്കൽസ് ഫോർ ദ ടോക്സിസിറ്റി. പിന്നെ ഈ യൂണിറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൈസർ ചോയ്സ് എടുക്കാനായിട്ട് പറ്റും. അതായത് ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്, ടോക്സിസിറ്റി കുറവായ വല്ല കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു തോട്ട് വരും. പിന്നെന്താ, വൈൽഡ് ലൈഫിൽ കെമിക്കൽസ് എങ്ങനെയാണ് ടോക്സിക്കായി മാറുന്നത്, വൈൽഡ് ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് എങ്ങനെയാണ്, പിന്നെ എക്സ്പ്ലെയിൻ ഹൗ ലോക്കൽ എൻവയോൺമെൻറ്റ് കോസസ് ഡെട്രിമെൻ്റൽ ഇഫക്ട്സ്. പിന്നെന്താ, describe global environmental effects such as global climate change and stratospheric ozone depletion. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ അക്വാറ്റിക് ലൈഫ് ആണെങ്കിലും വൈൽഡ് ലൈഫ്, എല്ലാ ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും എൻവയോൺമെൻറ്റിൽ ഇതിലെല്ലാം ടോട്ടലായിട്ട് കാര്യങ്ങൾ ഈ യൂണിറ്റിൽ മനസ്സിലാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വായിക്കാൻ പോകുന്നത് ടോക്സിസിറ്റി ടു ഹ്യൂമൻസ് ആണ്. മനുഷ്യർക്ക് എങ്ങനെ കെമിക്കൽസ് ബാധിക്കുന്നു. ഹ്യൂമൻസ് ഹാവ് എ യുണീക്ക് പ്ലേസ് ഓൺ എർത്ത്, അല്ലേ? With the advent of development, humans are exploring newer ways of യൂസിങ് ദ റിസോഴ്സസ് അവൈലബിൾ ടു ദം. നമുക്ക് എല്ലാവർക്കും ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കാരണം പുതിയ വേസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇവിടുത്തെ അവൈലബിൾ റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് മെത്തേഡ് കണ്ടുപിടിക്കുകയാണ്. ദേ ആർ ഓൾസോ ഇന്നോവേറ്റിംഗ് ന്യൂ മെറ്റീരിയൽ ടു മേക്ക് ദെയർ ലൈഫ്സ് കംഫർട്ടബിൾ. നമ്മുടെ സൗകര്യം, നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് ലീഡ് ചെയ്യാനായിട്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ വെഹിക്കിൾ ആവശ്യമാണ്. അപ്പോൾ വെഹിക്കിൾ കണ്ടുപിടിച്ചു. പിന്നെ പെട്ടെന്ന് പോകണമെങ്കിൽ ട്രെയിൻ, പെട്ടെന്ന് പോകണമെങ്കിൽ ഫ്ലൈറ്റിൽ പോകണം. അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതേപോലെ മാറ്റങ്ങൾ ഇപ്പോൾ കെമിസ്ട്രിയുടെ ഇതിലാണെങ്കിലും കെമിക്കൽസിൻ്റെ പ്രിപ്പറേഷനും എല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിലും എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ സ്മൂത്തായി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്
പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദീസ് മെറ്റീരിയൽസ് ആർ ബീങ് ഡെവലപ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ്. ഇത് ഉണ്ടാക്കുന്നത് അഗ്രികൾച്ചർ ആവശ്യത്തിനും ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ്, ഡൈസ്, പെയിൻറ്റ്, പോളിമേഴ്സ്, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദ നാനോ മെറ്റീരിയൽസ് ആർ ഓൾസോ ബീങ് യൂസ്ഡ് ഫോർ ഡൈവേഴ്സ് പർപ്പസസ്. ന്യൂ മെറ്റീരിയൽസ് ആർ ബീങ് സിന്തസൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് സെർവിങ് ആസ് ഇൻഡസ്ട്രിയൽ catalyst for use in semiconductor and IT industry, automobiles and space research. ഓരോ ഫീൽഡാണ് പറയുന്നത്, ഒരു ഫീൽഡിൽ യൂസസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. മോളിക്യൂൾസ് വിത്ത് ഡൈവേഴ്സ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആർ അവൈലബിൾ അറ്റ് ദ ഡിസ്പോസൽ ഓഫ് കെമിസ്റ്റ്. Since millions of such compounds exist and are being used by humans, it would have been best if the risk associated with their use would also have been understood clearly. നമ്മൾ ഇത്രയും കെമിക്കൽസുമായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്ട് വരുന്നുണ്ട്, അതുമായിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. The toxicity of many substances is yet to be studied. ഇനിയും പല സബ്സ്റ്റൻസിൻ്റെ ടോക്സിസിറ്റി എങ്ങനെയാണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. The toxicities of large number of compounds have already been studied and the databases have been compiled which can be used by scientists. എന്നാൽ പല സബ്സ്റ്റൻസിനെ കുറിച്ചുള്ളതും ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റാസൊക്കെ സയൻറ്റിസ്റ്റിന് പിന്നീട് പുതിയതായി കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ഒരു ബൈ പ്രൊഡക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതിന് ഇന്ന ടോക്സിസിറ്റി ഉണ്ട്, അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് വേണ്ട, പ്രിവെൻറ്റ് ചെയ്യാം, വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാം എന്ന രീതിയിൽ ആലോചിക്കാൻ പറ്റും. As far as the toxicity of a chemical to the humans is concerned, the following aspects should be considered while making the wiser choices. അപ്പോൾ ഹ്യൂമൻസ് അഫക്റ്റ് ആവുന്നുള്ളത് നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിച്ച് ഓഫ് ദി അവൈലബിൾ ഓപ്ഷൻസ് ഓഫ് കെമിക്കൽസ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു കോസ് ടോക്സിസിറ്റി ഇൻ ഹ്യൂമൻ. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസിൽ ഏതൊക്കെയാണ് ഹ്യൂമന് ടോക്സിക് ആയിട്ട് മാറുന്നത്? If there are more than one such option, then which of the chemicals has more severe effect? ഇനി ഒന്നിൽ കൂടുതൽ അങ്ങനെ ടോക്സിക് ആണെങ്കിൽ ഇതിൽ ഏതാണ് കൂടുതൽ സിവിയർ ആയിട്ടുള്ളത്? വെദർ ദ ഇഫക്റ്റ് ഓൺ ദ ഹ്യൂമൻ ഹെൽത്ത് ഇസ് റിവേഴ്സിബിൾ ഓർ നോട്ട്. അങ്ങനെയുള്ള ആ ഇഫക്റ്റ് നമുക്ക് റിവേഴ്സിബിൾ ആക്കാൻ പറ്റുമോ അതോ അല്ലയോ? Thus, the more toxic substance will affect the human health even in the low doses. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, മോർ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ശരീരത്തിലേക്കോ ബാധിച്ചാൽ തന്നെ അത് ഹ്യൂമൻ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്, അത് നല്ലപോലെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. വെൻ ദർ ഇസ് എ ചോയ്സ് അവൈലബിൾ, അങ്ങനെ വല്ല നമുക്ക് ചോയ്സ് ഉണ്ട്, രണ്ട് കെമിക്കൽ ഇതെടുക്കാം അതെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാറ്റണം. ദ കെമിക്കൽ ഹാവിങ് ലെസ് സിവിയർ എഫക്ട്സ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ സിവിയറിറ്റി അത്രയ്ക്ക് ഇല്ലാത്ത ലെസ് സിവിയർ ഇഫക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾസോ ഇഫ് സച്ച് ഇഫക്ട്സ് ആർ റിവേഴ്സിബിൾ ദെൻ ദാറ്റ് കെമിക്കൽ ക്യാൻ ബി യൂസ്ഡ് ഇഫ് നോ അതർ സച്ച് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഇനി റിവേഴ്സിബിൾ ആണെങ്കിൽ പിന്നെ വേണമെങ്കിൽ ആ ഒരു കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബാഡ്ലി ഹെൽത്തിനെ അഫക്റ്റ് ചെയ്തു, എന്നിട്ട് ആ അഫക്റ്റ് ഇല്ലാതാക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇഫ് ഇറ്റ് ഇസ് റിവേഴ്സിബിൾ ദെൻ ദാറ്റ് ഇസ് ഫൈൻ. However, the time taken for the reversal of the toxic effect should also be kept in mind. പക്ഷേ എത്ര പെട്ടെന്നാണ് ഈ റിവേഴ്സിബിൾ ക്യാരക്ടർ കാണിക്കാൻ പറ്റും? ടോക്സിസിറ്റി ഹ്യൂമനെ അഫക്റ്റ് ചെയ്തു ഉടനെ അത് എത്ര സമയം കൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? ആ ടൈം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദ ടൈം ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. വളരെ കുറവായിരിക്കണം ആ ഒരു റിവേഴ്സിബിൾ നേച്ചർ. അല്ലാതെ അഫക്റ്റ് ചെയ്തു, അയാൾ കുറേ ബുദ്ധിമുട്ടിച്ചു, അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് മെല്ലെ റിവേഴ്സിബിൾ ആവുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലപോലെ ബാധിക്കില്ല. അപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും മെത്തേഡ് വഴി അതിന് തിരിച്ച് റിവേഴ്സിബിൾ ആക്കാൻ പറ്റുമോ, ടോക്സിസിറ്റി ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടെ ആലോചിക്കണം. ഹെൻസ് വി ക്യാൻ മേക്ക് the informed choices amongst the available option for the chemical having least toxicity, less severe toxic effects which can occur for the minimum time and should reverse without causing any damage to the human health. സോ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ളത് എടുക്കണം, ലെസ് സെവിയർ ടോക്സിക് ഇഫക്ട്സ് അതും ഫോർ മിനിമം ടൈം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ അത് ഉടനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം, വിത്തൗട്ട് കോസിങ് എനി ഡാമേജ് ടു ഹ്യൂമൻ ഹെൽത്തിന് ഒരു ഡാമേജും വരാത്ത രീതിയിൽ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കെമിക്കലായിരിക്കണം യൂസ് ചെയ്യാൻ. ആഫ്റ്റർ സ്റ്റഡിയിങ് ടോക്സിസിറ്റി ഓഫ് കെമിക്കൽസ് ടു ഹ്യൂമൻസ്, ലെറ്റ് us now elaborate on toxicity of chemicals on wildlife. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് ടോക്സിസിറ്റി ടു വൈൽഡ് ലൈഫ്. ഇതിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബാക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കത്
വഴി ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. അടുത്തതാണ് ടോക്സിസിറ്റി ടു വൈൽഡ് ലൈഫ്. ഓക്കെ, വൈൽഡ് ലൈഫിനെ എങ്ങനെ ടോക്സിസിറ്റി അഫക്റ്റ് ചെയ്യുന്നു കെമിക്കൽസിൻ്റെ എന്നുള്ളത്. വെൻ വി ആർ ഇവാലുവേറ്റിംഗ് ദ അനലൈസിംഗ് ദ ഇഫക്ട്സ് ഓഫ് കെമിക്കൽസ് ഓൺ വൈൽഡ് ലൈഫ്, we understand very clearly the number of species involved here is much larger. ഇവിടെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് സ്പീഷീസ് ഇൻവോൾവ് ഹിയർ ഇസ് മച്ച് ലാർജർ ആസ് കമ്പയർഡ് ടു ദി ഹ്യൂമൻസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി എ സിംഗിൾ സ്പീഷീസ്. ഓക്കെ, അതായത് ഹ്യൂമനെ നമ്മൾ ഒരു ലാബിൽ നിൽക്കുന്ന ഒരാളാണ്, ആ ആൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒരാളേ ഉള്ളൂ, ഒരു മനുഷ്യൻ, ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, പ്ലാന്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വല്ലാതെ ബാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, നല്ല പോലെ ബാധിക്കും വൈൽഡ് ലൈഫ് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോക്സിസിറ്റി ഓഫ് എ കെമിക്കൽ എമംഗ്സ് ഓൾ ദ സ്പീഷീസ്. അതായത് ഇപ്പോൾ ഒരുപാട് എന്താ പറയുന്നത്, എല്ലായിടത്തും സ്പൈസസിനാണ് തന്നിരിക്കുന്നത്, സ്പീഷീസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പീഷീസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടോക്സിസിറ്റി ചിലപ്പോൾ ഒരു ആനിമലിനെ ഒരു രീതിയിലും ചിലപ്പം വേറൊരു ആനിമലിനെ വേറൊരു രീതിയിലും അങ്ങനെയായിരിക്കും ചിലപ്പോൾ അഫക്റ്റ് ആവുക. സോ ദ toxicological studies on various animals provide the data of toxicity of chemicals to those animals. These data can be extrapolated for other animals by using models. അപ്പോൾ അറിയുന്ന സ്പീഷീസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് മറ്റ് അനിമൽസിനും എങ്ങനെ അഫക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിരിക്കുന്നു. When there are large number of species and large number of compounds, it may happen that suppose ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടും എക്സ്പോഷർ ആവുന്നുണ്ട്, ഒരുപാട് സ്പീഷീസും ഉണ്ട് വൈൽഡ് ലൈഫിൽ എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു കോമ്പൗണ്ട് എ ആണെങ്കിൽ കോമ്പൗണ്ട് എ ഈസ് ടോക്സിക് ടു വൺ സ്പീഷീസ് വൈൽ കോമ്പൗണ്ട് ബി ഈസ് ടോക്സിക് ടു അനദർ സ്പീഷീസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് ഒരു സ്പീഷീസിനെ അഫക്റ്റ് ചെയ്യും, വേറൊരു കോമ്പൗണ്ട് വേറൊരു സ്പീഷീസിനെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു കോമ്പൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്പീഷീസ് കോമ്പൗണ്ട് എ കൊണ്ട് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആ കോമ്പൗണ്ട് എ മറ്റ് സ്പീഷീസിന് ബെനിഫിഷ്യൽ ആയിരിക്കാം, വേറെ സിറ്റുവേഷനിൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഒന്നിന് നല്ലതാണെങ്കിൽ ചിലപ്പോൾ മറ്റു അനിമൽസിനൊന്നും ബാധിക്കില്ല, അത് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ എന്താവും, ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് ആലോചിക്കേണ്ടതിരിക്കും ഇങ്ങനെ ആ എക്സ്പോഷർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. ഇൻ അഡീഷൻ ടു ദ എബോവ് പോസിബിലിറ്റീസ്, ദ ടോക്സിസിറ്റി ക്യാൻ ബി ഇൻഡയറക്റ്റ് ഓൾസോ. ഒരു സബ്സ്റ്റൻസിൻ്റെ ടോക്സിക് നേച്ചർ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൂടെ അഫക്റ്റ് ചെയ്യാൻ കാരണമാവും. എക്സാമ്പിൾ, വെൻ ഫോസ്ഫേറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ വാട്ടർ ആസ് എ പൊല്യൂട്ടൻറ്റ്, വെള്ളത്തിൽ ഫോസ്ഫേറ്റ് കണ്ടന്റ് പൊല്യൂട്ടൻ്റ് ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇറ്റ് സെർവ്സ് ആസ് എ ന്യൂട്രിയൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗെ വിച്ച് ലീഡ് ടു ആൽഗൽ ബ്ലൂം വിച്ച് മീൻസ് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. എന്നാൽ ഈ ഫോസ്ഫേറ്റ് കണ്ടന്റ് പൊല്യൂട്ടൻ്റ് ആണെങ്കിൽ കൂടെ അത് വെള്ളത്തിൽ വളരുന്ന ആൽഗയ്ക്ക് ഒരു ന്യൂട്രീഷൻ കൂടെയാണ്, അതായത് ന്യൂട്രിയൻ്റ് ആണ്. ഇറ്റ് സെർവ്സ് ആസ് എ ന്യൂട്രിയൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗെ. പല ടൈപ്പ് ആൽഗയ്ക്കുള്ള ഒരു ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താവും, ആ ആൽഗ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും, ആൽഗൽ ബ്ലൂമിന് കാരണമാവും, വിച്ച് മീൻസ് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. ദീസ് ആൽഗെ കോസ് ഡീഓക്സിജനേഷൻ ഓഫ് ദ വാട്ടർ. ഈ ആൽഗ എന്ത് ചെയ്യും, വാട്ടറിലുള്ള അവൈലബിൾ ഓക്സിജനൊക്കെ ഡീഓക്സിജനേറ്റ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ മറ്റ് അക്വാറ്റിക് ഫിഷസിനെല്ലാം എന്താണ്, ഓക്സിജൻ അവൈലബിലിറ്റി കുറയും, വിച്ച് ക്യാൻ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഫിഷ് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. ഓക്കെ, അങ്ങനെയും സംഭവിക്കാം. ഇതാണ് ആൽഗൽ ബ്ലൂം കാണുന്നത്. ആൽഗൽ ബ്ലൂം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. വൈൽഡ് ലൈഫ് ആണെങ്കിൽ പലതരത്തിലുള്ള സ്പീഷീസ് ഉണ്ടാവും, പലതരത്തിലുള്ള കോമ്പൗണ്ട്സും കൂടെ ആകുമ്പോൾ ഒരു കോമ്പൗണ്ട് മറ്റൊരു സ്പീഷീസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ വേറെ കോമ്പൗണ്ട് വേറെ സ്പീഷീസിനായിരിക്കും. ചിലപ്പോൾ ഒന്നിന് നെഗറ്റീവായി ബാധിക്കുന്നത് മറ്റൊന്നിന് യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ഇഫക്റ്റ് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഇഫക്ട്സ് ഓൺ ലോക്കൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇഫക്ട്സ് ഓൺ ലോക്കൽ എൻവയോൺമെൻറ്റ്. Chemicals at times can cause the local environment to change. ചിലപ്പോൾ ഈ കെമിക്കൽസ് നമ്മുടെ ലോക്കൽ എൻവയോൺമെൻറ്റിന് നമുക്കിപ്പോൾ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഈ ഒരു നമ്മുടെ ചുറ്റുപാട് എന്ന രീതിയിലാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ and sulfur when present in air can be precipitated and this can result in acid rain. ഇപ്പോൾ നൈട്രജനും സൾഫറും അതിൻ്റെ എല്ലാം ഓക്സൈഡ് ഓഫ് നൈട്രജനും ഓക്സൈഡ് ഓഫ് സൾഫറും എയറിൽ പ്രസൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ആൻഡ് ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ആസിഡ് റെയിൻ. ഇത് ആസിഡ് റെയിനിന് കാരണമാവും.
ഓക്കെ. ഇപ്പോൾ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡ്സ് എയറിലുള്ളത് ആസിഡ് റെയിനിന് കാരണമാവും. ഓക്കെ. ആസിഡ് റെയിൻ ഓർ സ്നോഫോൾ ക്യാൻ കോസ് ഡെത്ത് ഓഫ് അക്വാറ്റിക് അനിമൽസ് സ്പീഷീസ് ആൻഡ് പ്ലാന്റ്സ് എസ്പെഷ്യലി ദോസ് പ്രസൻറ്റ് ഇൻ സ്മോൾ പോൺസ് ആൻഡ് ലേക്ക്. അപ്പോൾ ചെറിയ പ്രദേശത്തുള്ള ചെറിയ ഭാഗത്തുള്ള ചെറിയ ചെറിയ പോണ്ടുകളും ചെറിയ ചെറിയ ലേക്കിലൊക്കെ ഉള്ള അക്വാട്ടിക് ലിവിങ് ഓർഗാനിസത്തിന് ഈ ആസിഡ് റെയിനും സ്നോഫോളൊക്കെ എന്താണ് വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് അവരുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കും. ഓക്കെ. ദീസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ ആർ അതർവൈസ് നോട്ട് ടോക്സിക് ടു ദ സ്പീഷീസ് കൺസേൺ. എന്നാൽ ഇത് സൾഫർ ആണെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് നോർമലി കുഴപ്പമില്ല. പക്ഷെ അത് ആസിഡ് റെയിനായിട്ട് മാറുന്നത് അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, വാട്ടർ വേപ്പറും അതുമായിട്ടൊക്കെ മിക്സ് ആകുമ്പോൾ വാട്ടറായിട്ട് ഡിസോൾവ് ആയിട്ട് വരുമ്പോൾ അത് ആസിഡ് റെയിൻ ആയിട്ട് മാറും. സോ ഇൻ ലോക്കൽ എൻവയോൺമെൻറ്റ് ഇറ്റ് ഈസ് ദ ആസിഡ് റെയിൻ വിച്ച് ഇസ് ആക്ച്വലി ഹാംഫുൾ ഫോർ ദ സ്പീഷീസ് ലീഡിങ് ടു ദെയർ ഡെത്ത്. അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ ഈ ഓക്സൈഡ്സ് പ്രശ്നങ്ങൾ കാരണമല്ലെങ്കിലും വാട്ടറായിട്ട് മിക്സ് ആയി വരുന്നത് ആസിഡ് റെയിൻ ആയിട്ട് മാറുമ്പോൾ അത് വല്ലാതെ ബാധിക്കുന്ന പോലെയായിരിക്കും ഉണ്ടാവുക, വിച്ച് ഈവൻ ലീഡ് ടു ദെയർ ഡെത്ത്. ഓക്കെ. Similarly, the buildup of atmospheric ozone in the local environment can be harmful. അതിന് പോലെ മറ്റൊരു എക്സാമ്പിളാണ് ബിൽഡപ്പ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓസോൺ. അറ്റ്മോസ്ഫിയറിൽ ഓസോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഓസോൺ ബിൽഡപ്പ് ആയിട്ട് വരിക. We know that hydrocarbons can cause the formation of ozone in the atmosphere, which results in the smog formation. ഈ ഹൈഡ്രോകാർബൺസിന് ഓസോൺ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഹൈഡ്രോകാർബൺസ് ക്യാൻ കോസ് ദ ഫോർമേഷൻ ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ഫോർമേഷന് കാരണമാവും ഇത് ഹൈഡ്രോകാർബൺസ്. ആൻഡ് ഇറ്റ് ഓൾസോ റിസൾട്ട് ഇൻ ദ സ്മോഗ് ഫോർമേഷനും ഉണ്ടാവും. ഇനി നോക്കൂ, സ്മോഗ് എന്ത് സംഭവിക്കും? ഇങ്ങനെ കാണുന്നതാണ് സ്മോഗ്. ഓക്കെ. പുക മഞ്ഞ് എന്നുള്ള രീതിയിൽ പുകയും പിന്നെന്താ മഞ്ഞും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് സ്മോഗ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ സ്മോഗ് ഫോർമേഷൻ വിസിബിലിറ്റിക്ക് അഫക്റ്റ് ചെയ്യും, ക്ലിയർ ആയിട്ട് കാണില്ല. പിന്നെ അടുത്തതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. അത് രണ്ടും എന്താണെന്ന് നോക്കാം. The smog formation affects the visibility and general activities, but the ozone present can be a cause of discomfort to the people who have respiratory disease. പക്ഷേ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഓസോണിൻ്റെ പ്രസൻസ് കൂടുകയാണ്, നമ്മുടെ ലോക്കൽ എൻവയോൺമെൻറ്റിൽ തന്നെ ഓസോൺ വരികയാണെങ്കിൽ അത് റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. The term smog not to be confused with the photochemical smog is a brownish grey haze. Smog is commonly used to represent a near-ground haze made of a combination of smoke and fog. സ്മോക്കും ഫോഗും ചേർന്നതാണ് സ്മോഗ്. അത് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗുമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത് എന്നാണ് പറയുന്നത്. Photochemical smoke caused by an action of solar ultraviolet radiation on atmosphere polluted with hydrocarbons and oxides of nitrogen. Photochemical smoke എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന UV റേഡിയേഷൻ, സോളാർ അൾട്രാവയലറ്റ് റേഡിയേഷൻ അറ്റ്മോസ്ഫിയറിൽ ഈസ് പൊല്യൂട്ടഡ് വിത്ത് ഹൈഡ്രോകാർബൺസും നൈട്രജൻ്റെ ഓക്സൈഡ്സുമായിട്ട് മിക്സ് ആയിട്ട് പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ആന്ത്രോപോജനിക് എയർ പൊല്യൂട്ടൻസ്, മനുഷ്യൻ്റെ ആക്ടിവിറ്റീസിന് കാരണമാവുന്ന ആക്ടിവിറ്റീസ് വഴി ഉണ്ടാകുന്ന എയർ പൊല്യൂട്ടൻസ്, പിന്നെ മെയിൻലി ഓസോൺ, പിന്നെ നൈട്രിക് ആസിഡ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ ട്രാപ്ഡ് നിയർ ദ ഗ്രൗണ്ട് ബൈ ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോകെമിക്കൽ സ്മോഗാണ് കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ഫോട്ടോകെമിക്കൽ സ്മോഗാണ് കാണിക്കുന്നത്. കണ്ടോ, ഷിപ്പിൽ നിന്നും വരുന്നുണ്ട് ഗ്യാസസ്, പിന്നെ വെഹിക്കിളിൽ നിന്ന് വരുന്നത്, പിന്നെന്താ പ്ലാന്റിൽ നിന്ന് കാണിക്കുന്നുണ്ട്, പിന്നെ ഫാക്ടറിയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ വളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, NO2 എല്ലാം കാണിക്കുന്നുണ്ട്, പ്രൈമറി പൊല്യൂട്ടൻസ്. പിന്നെ അത് എന്തായി മാറും? ഇതാണ് പിന്നീട് ഓസോൺ ആയിട്ടെല്ലാം മാറുന്നത്. ഓക്കെ. So here also these hydrocarbons, if tested, would not have provoked toxic or harmful to the people. Okay. But their presence in the atmosphere leading to the resultant changes in the local environment in the form of സ്മോക്ക്. ഇപ്പോൾ സാധാരണ നോക്കുമ്പോൾ ഈ ചില ഹൈഡ്രോകാർബൺസ് ഒന്നും പ്രത്യേകിച്ചൊന്നും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, ടോക്സിക്കും ഹാംഫുൾ ആയിട്ടൊന്നുമല്ല. പക്ഷെ അത് അറ്റ്മോസ്ഫിയറിൽ കുറേ സമയം നിൽക്കുന്ന സമയത്ത് അത് സ്മോഗിൻ്റെ ഫോർമേഷന് കാരണമാവും. ആ സ്മോഗ് പിന്നീട് ഹ്യൂമൻ ബീങ്സിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ആവും എന്നാണ് പറയുന്നത്. Thus, we can say that certain substances which are themselves not a health hazard to the species can affect the local environment, and it is
ദിസ് ചേഞ്ച് ലോക്കൽ എൻവയോൺമെൻറ്റ് വിച്ച് കോസസ് ഡെട്രിമെൻ്റൽ ഇഫക്റ്റ്. അപ്പോൾ ചില സബ്സ്റ്റൻസസ് ഡയറക്റ്റ്ലി ഹ്യൂമനെയോ വൈൽഡ് ലൈഫിനെയോ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ലോക്കൽ എൻവയോൺമെൻറ്റിൽ അറ്റ്മോസ്ഫിയറിൽ കുറച്ചു കാലം അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ചു കാലം അങ്ങനെ നിൽക്കുമ്പോൾ അത് ലോക്കൽ എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് വരുത്തും. അത് പിന്നെ കോസസ് ദാറ്റ് വിച്ച് കോസസ് ഡെട്രിമെൻ്റൽ ഇഫക്റ്റ്. ഓക്കെ, കണ്ടോ ഇവിടെ നൈട്രജൻ്റെ ഓക്സൈഡ് സ്പീഷീസ് റിലേറ്റീവ്ലി ഷോർട്ട് ലൈഫ്. ദേ ക്യാൻ റിയാക്ട് കെമിക്കലി വിത്ത് ഹൈഡ്രോകാർബൺസുമായിട്ട് ചേർന്ന് PAN ഉണ്ടാവും. PANൻ്റെ ഫുൾ ഫോം എന്താ? പെർ ഓക്സി അസറ്റൈൽ നൈട്രേറ്റ് വിച്ച് പ്രൊവൈഡ്സ് എ റിസർവോയർ ഫോർ നൈട്രജൻ ഓക്സൈഡ്സ്. അത് നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ റിസർവോയർ പോലെയാണ് ഉണ്ടാവുക. ദീസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ലോങ് ഡിസ്റ്റൻസസ് ഫ്രം ദ sources to affect ozone chemistry. The lifetime of PAN depends strongly on temperature. എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഹൈഡ്രോകാർബൺസ് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്ത് അത് ലോക്കൽ എൻവയോൺമെൻറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തും. അതാണ് നെഗറ്റീവായിട്ട് പിന്നീട് നല്ലപോലെ ബാധിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് global environmental effect. Okay, global environmental effect can also be caused by some substances. The two most important and commonly talked about global environmental effects are global climate change and stratospheric ozone depletion. നമ്മൾ നേരത്തെ പറഞ്ഞത് ലോക്കൽ എൻവയോൺമെൻറ്റൽ എഫക്റ്റ് ആണ്. ഇതിപ്പോൾ എന്താ? ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ എഫക്റ്റ് മൊത്തത്തിലായിട്ട് ബാധിക്കുന്നതാണ്. ഒന്ന് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ഡിപ്ലീഷൻ. എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണമായിട്ട് മൊത്തത്തിലുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചാണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെർട്ടൻ ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പേഴ്സ് ആർ കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും എല്ലാം നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ദർ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഗ്ലോബൽ ടെമ്പറേച്ചർ. ഈ സബ്സ്റ്റൻസസിൻ്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ കൂടുകയാണെങ്കിൽ അത് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാവും. അപ്പോൾ ഓവറോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടാൻ chances ഉണ്ട്. In this era of development, there are anthropogenic sources of carbon dioxide such as combustion of fossil fuels. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു റഫ് ഡെവലപ്മെൻറ്റിൽ ദർ ആർ ആന്ത്രോപ്പജനിക് സോഴ്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ തന്നെ കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ വിടുന്നുണ്ട്. ആന്ത്രോപ്പോജനിക് സോഴ്സസ് പറഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ ആക്ഷൻ വഴി ഉണ്ടാവുന്ന സോഴ്സസ്. അതെങ്ങനെയാണ്? ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട്, കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഹിയർ ഓൾസോ ദ മെയിൻ കൾപ്രേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ്സെൽഫ് നോട്ട് ഹാംഫുൾ ടു ദ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലാത്ത പോലെ ആയിരിക്കും. പ്ലാന്റ്സിനും അനിമൽസിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം പ്ലാന്റ്സ് അത് അബ്സോർബ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസിനെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ പ്രശ്നക്കാരനായി തോന്നിയില്ലെങ്കിലും ബട്ട് വെൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ബിക്കംസ് ലാർജർ, കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ ദെൻ ദ ഇൻഡയറക്റ്റ് ഇഫക്ട്സ് ബിക്കം സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നീട് അതെന്താവും? അത് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവും. Okay, the increased concentration of carbon dioxide in the atmosphere result in the increase in average global temperature. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചറിൽ മാറ്റം വരും. ദ ഇൻക്രീസ് ഇൻ ദ ഗ്ലോബൽ ടെമ്പറേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസിക്വൻസസ് വിച്ച് ആർ ആസ് ഫോളോസ്. എന്നാൽ സാധാരണയുള്ള ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വാർമർ ടെമ്പറേച്ചർ ഓവർ ദ change weather patterns and disrupt the balance of nature. This poses risk to human beings and other forms of life on earth. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ നോർമലി ഉണ്ടായിരുന്ന ആ വെതറിൻ്റെ പാറ്റേൺ എല്ലാം മാറും. പിന്നെ നമ്മുടെ എർത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഈ നേച്ചറിൻ്റെ തന്നെ ബാലൻസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ബാലൻസ് ഡിസ്ട്രപ്റ്റ് ആവും. This poses risk to human beings and other forms of life on earth. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് നല്ല പോലെ ബാധിക്കുന്ന ഒരു കേസാണ്. ഇനി അടുത്തത്, മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് ആർ ഫേസിങ് ഹോട്ടർ ഡേയ്സ് ആൻഡ് ഹീറ്റ് വേവ്സ്. The year 2020 was one of the hottest years and the year 2023 was the warmest one.
higher temperature increases heat related illness and affect the mobility. ഇപ്പോൾ ഒരുപാട് ചൂടാവുന്ന സമയത്ത് എന്താ, നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ തന്നെ മടിയാവും അല്ലേ, മൊബിലിറ്റി. പിന്നെന്താ, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനസ് ഉണ്ടാവും, ഹീറ്റ് സൺബേൺ അങ്ങനെയുള്ള ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനസസിന് കാരണമാവും. വൈൽഡ് ഫയേഴ്സ് സ്റ്റാർട്ട് മോർ ഈസിലി ആൻഡ് സ്പ്രെഡ് മോർ റാപ്പിഡ്ലി വെൻ കണ്ടീഷൻസ് ആർ ഹോട്ടർ. ഇനി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എന്താണ്, കാട്ടുതീയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ കാരണമായത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രത്യക്ഷത്തിൽ നമുക്ക് പ്ലാന്റ്സിനോ അനിമൽസിനോ ഹ്യൂമൻ ബീങ്സിനോ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ അത് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്ത് ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. വൈൽഡ് ഫയേഴ്സ് വരാറുണ്ട്. പിന്നെന്താ, ഒരുപാട് ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് വരും. പിന്നെ വാമർ ടെമ്പറേച്ചേഴ്സ് പിന്നെന്താണ്, ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി മോർ വാം ആയിക്കഴിഞ്ഞാൽ വെതർ പാറ്റേൺ മാറും. ഇത് ബാലൻസ് ഓഫ് നേച്ചർ ഡിസ്റപ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ചേഞ്ച് ദ റെയിൻഫോൾ പാറ്റേൺസ്. കാരണം ടെമ്പറേച്ചർ മാറുമ്പോൾ റെയിൻഫോൾ പാറ്റേൺ മാറും. ദിസ് റിസൾട്ട് ഇൻ സിവിയർ സ്റ്റോംസ്, ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ് വിച്ച് എഫക്ട് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ദെയർ ഷെൽട്ടേഴ്സ് ആൻഡ് ലൈവ്ലിഹുഡ്. ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു, റെയിൻഫോൾ പാറ്റേൺ മാറും. പിന്നെ പെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ പെയ്യും. അപ്പോൾ സ്റ്റോം, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് മനുഷ്യരൊക്കെയാണ്. ഓക്കെ, അങ്ങനെ അവരുടെ ഷെൽട്ടറും പിന്നെന്താണ് ലൈവ്ലിഹുഡ്, അവർ ഇപ്പം ജീവിതമാർഗമായി ചെയ്തുകൊണ്ടിരുന്ന സാധനം പോലും അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഉള്ള സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഡെസേർട്ട് എക്സ്പാൻഡ് ചെയ്യും. റെഡ്യൂസിങ് ദ ലാൻഡ് ഫോർ ഗ്രോയിങ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ലാൻഡിൻ്റെ എമൗണ്ട് കുറയും, മീൻസ് അതിൻ്റെ റേഞ്ച് കുറയും. വാട്ടർ ഇസ് ബിക്കമിങ് സ്കേസർ ഇൻ മോർ റീജിയൻ ആൻഡ് റോഡ്സ് ആർ ബിക്കമിങ് മോർ കോമൺ. വരൾച്ച കൂടും, വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയും. വാട്ടർ സ്കേസിറ്റി ദിസ് ഓൾസോ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അപ്പോൾ വാട്ടറിൻ്റെ സ്കേസിറ്റി ഡേ ബൈ ഡേ എന്താണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. വെള്ളം കിട്ടാത്തത്, ദൗർലഭ്യത കൂടിക്കൊണ്ടേയിരിക്കും. As the oceans soak up most of the heat from the global warming, ice sheet melts and sea levels rise, which affect the coastal and island communities. ഇനി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താവും, ഈ ഐസൊക്കെ മെൽട്ടാവും അല്ലേ. ഐസ് മെൽട്ടായി കഴിഞ്ഞാൽ സീ ലെവൽ കൂടും. സീ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് ഐലൻഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കോസ്റ്റൽ ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും നെഗറ്റീവായിട്ട് ബാധിക്കും. അതിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, മെൽറ്റിംഗ് ഓഫ് ഐസ് ഷീറ്റ് മെൽറ്റ് ആവുന്നത്, പിന്നെ സീ ലെവൽ ഇൻക്രീസ് ആവുന്നത്, പിന്നെ സീ ലെവൽ കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ബാധിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴുള്ള അവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ. അടുത്തത്, ദ അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓഷ്യൻ മേക്ക് ദ മോർ അസിഡിക് which is harmful for marine life. Okay, the absorption of carbon dioxide by oceans makes them more acidic, which is harmful for marine life. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഓഷ്യൻ അബ്സോർബ് ചെയ്താൽ കൂടിയും അവിടെയും എന്താണ്, ആ വാട്ടർ മോർ അസിഡിക് ആവാനുള്ള കാരണവും. അങ്ങനെ മോർ അസിഡിക് ആയാൽ മറൈൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. Climate change poses risk to survival of species on land and in the oceans. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് ലാൻഡിലുള്ള സ്പീഷീസിനെയും നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്നു, ഓഷ്യനിലെ സ്പീഷീസിനെയും എഫക്റ്റ് ചെയ്യുന്നു. ഫോറസ്റ്റ് ഫയർ, എക്സ്ട്രീം വെദർ ആൻഡ് ഇൻവേസീവ് പെസ്റ്റ് ആൻഡ് ഡിസീസ് ആർ എമംഗ്സ്റ്റ് മെനി ത്രെറ്റ്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ഡിസീസസ്, പിന്നെന്താണ്, അങ്ങനെ പെസ്റ്റിൻ്റെ ആക്രമണം, എക്സ്ട്രീം വെദർ ചേഞ്ചസ്, പിന്നെ ഫോറസ്റ്റ് ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ എക്സ്ട്രീം വെദർ മെയിൻ ഡിസ്ട്രോയ് ഫിഷറീസ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചും എക്സ്ട്രീം വെദറിലൊക്കെ ചേഞ്ചസ് ഒക്കെ എന്താ, ഫിഷറീസിനെ അഫക്റ്റ് ചെയ്യും. ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് വിച്ച് ക്യാൻ ലീഡ് ടു റൈസ് ഇൻ ഹങ്കർ ആൻഡ് പുവർ ന്യൂട്രീഷൻ. പിന്നെ ലൈഫ് സ്റ്റോക്കിനെ ബാധിക്കും, ക്രോപ്സിനെ ബാധിക്കും. ഇതൊക്കെ എന്താവും, റൈസ് ഇൻ ഹങ്കർ, ഭക്ഷണം കിട്ടാതെ ആൾക്കാർ വലയും. പിന്നെന്താണ്, ആൾക്കാർക്ക് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ എന്താണ്, ഒരു ക്ഷാമം ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയുള്ള അവസ്ഥയാണ് കണ്ടോ ഇത്രയും വരുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നു, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ സേഫായിട്ട് നമുക്ക് വീണ്ടും ജീവിക്കാൻ പറ്റുമോ, സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഫ്യൂച്ചർ ജനറേഷനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ആസ് എ ഗ്രീൻ കെമിസ്ട്രി സ്റ്റുഡൻസ് വി ഹാവ് ടു
തിങ്ക്. അതാണ് പറയുന്നത്. അടുത്തത് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ഡിപ്ലീഷൻ, മറ്റൊരു ഗ്ലോബൽ എൻവയോൺമെൻറ്റ് എഫക്റ്റ് ആണ്. ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ എഫക്റ്റ് ആണ് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ഡിപ്ലീഷൻ. It is again a global environmental effect occurred due to mainly the chemicals known as chlorofluorocarbon or CFCs. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? CFC കാരണമാണ് ഉണ്ടാവുന്നത്. You must have studied about them earlier also, as you may know that they themselves are not harmful to the humans or the animals or to the environment, but when present in the environment they cause the depletion of ozone layer in the stratosphere, and that is why they are proved to be harmful. CFCs ഹ്യൂമൻസിനോ അനിമൽസിനോ എൻവയോൺമെൻറ്റിനോ ഒന്നും നേരിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ എൻവയോൺമെൻറ്റിൽ കുറേ കാലം അത് CFCs അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഓസോൺ ലെയർ. അത് നമ്മുടെ UV റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അങ്ങനെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാണ് UVB റേഡിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സപ്പോസ് അതിലൊരു ഹോളോ അതിലൊരു ഗ്യാപ്പോ വരികയാണെങ്കിൽ അതിലൂടെ അത് റേഡിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ ക്യാൻസറിനെല്ലാം കാരണമാവും. സോ യു ആർ ഓൾസോ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് us ഫ്രം ഹാർംഫുൾ UVB radiation which are coming from the sun, and if these radiations are allowed to come to the surface of the earth, they can cause cancer in the human beings and lead to the other harmful effects. As soon as the harmful effects of CFCs become clear, the scientists and the environmentalists suggested that their replacement should be found and used so that there is no further damage to the ozone layer. Okay, as soon as the harmful effects of CFCs become clear, CFCയുടെ harmful effects മനസ്സിലാക്കിയ ശേഷം സയൻറ്റിസ്റ്റും ഹ്യൂമൻസും ഒക്കെ എൻവയോൺമെൻറ്റലിസ്റ്റും എന്താ സജസ്റ്റ് ചെയ്യുന്നത്? ഇതിനെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യാം. ഷുഡ് ബി ഫൗണ്ട് ആൻഡ് യൂസ്ഡ് സോ ദാറ്റ് ദർ ഇസ് നോ ഫർദർ ഡാമേജ് ടു ഓസോൺ ലെയർ. ഇപ്പോൾ ഓസോൺ ലെയറിനെ ഇങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. Thus, whenever we get to know about the harmful effects of any chemical, we should try to use an alternative for it so that our purpose is also served and the environment and human health are also not affected. ഓക്കെ, ഞാൻ ഈ വായിച്ചു പോകുന്നത് സ്പീഡായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒപ്പം നോക്കി പോയാൽ മതി. ഓക്കെ, therefore one has to revise the strategy or relook into the use of chemicals, maybe regularly or periodically or whenever the need to do so arises. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താ? അങ്ങനെ ഒരു ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ അത്തരം കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക. പകരം എൻവയോൺമെൻറ്റിനെ ബാധിക്കാത്ത രീതിയിലുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, നമ്മുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കെമിക്കൽസ്, മറ്റൊരു ആൾട്ടർനേറ്റീവ് കെമിക്കൽ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോണിറ്റർ കൂടെ ചെയ്യണം. This is how the green chemistry has changed our thinking, and due to our concerns today, we relook into what chemicals we are using for so many past decades. We have a concern today that how we can minimize the harmful effects of chemicals. So by using alternative strategies, we can reduce the ill effects of chemicals on human health, reduce their toxic effects on wildlife, improve our local environment, as well as save our global environment by using green chemistry. Okay, അപ്പോൾ എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ? രണ്ട് കാര്യങ്ങൾ പറയണം. സ്ട്രാറ്റോസ്ഫെറിക് ഡിപ്ലീഷനും പിന്നെന്താ നമ്മുടെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നാണ് കേട്ടോ. ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ആണെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചും സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ഡിപ്ലീഷനും പറയാം. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഫോറസ്റ്റ് ഫയറിനെ കുറിച്ചും, പിന്നെ ഗ്ലേഷ്യേഴ്സ് അത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ വാട്ടറിൻ്റെ ലെവൽ, സീ ലെവൽ ഇൻക്രീസ് ആവുന്നതും, അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും പറയാം. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന് എക്സാമ്പിൾ പറയുക, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നും കൂടെ പറയാം. ഓക്കെ, ഇതൊക്കെ സമ്മറിയാണ്. സമ്മറി വായിച്ച് ഇതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്തുക. അതിനുള്ള ആൻസേഴ്സ് എല്ലാം ഇവിടെ ടെക്സ്റ്റ് ബാക്കിലായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് മുന്നേ നമ്മുടെ എല്ലാം യൂണിറ്റും കവർ ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കാം മാക്സിമം. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.